നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും. വെള്ളിയാഴ്ച വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം നാളെ അവസാനിപ്പിക്കും. വെള്ളിയാഴ്ച പരിഗണിക്കേണ്ട ബില്ലുകൾ നാളെ പാസാക്കും. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നാളെ സഭാ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം നേരത്തെ പ്രതിപക്ഷം ഈ നിലയിൽ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒത്തുതീർപ്പിന് അനുനയത്തിന് സ്പീക്കർ നടത്തിയ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. ഇതോടെയാണോ വെള്ളിയാഴ്ച അവതരിപ്പിക്കേണ്ട ബില്ലുകൾ നാളെ പാസാക്കി നാളെ സഭ പിരിയാൻ തീരുമാനിക്കുന്നത്? വിജയകുമാർ, 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം ഒക്ടോബർ 10 അഥവാ വെള്ളിയാഴ്ച വരെയാണ് നിശ്ചയിച്ചിരുന്നത്. സാധാരണ വെള്ളിയാഴ്ച അനൌദ്യോഗിക ബില്ലുകൾ അഥവാ സ്വകാര്യ ബില്ലുകളാണ് പരിഗണിക്കുന്നതെങ്കിലും ഇത്തവണ നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത പരിഗണിച്ച് അന്നുകൂടി നിയമനിർമ്മാണത്തിനായി നീക്കിവെക്കാനായിരുന്നു തീരുമാനം. എന്നാൽ വെള്ളിയാഴ്ച വരെ സഭ നീട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോൾ സർക്കാരും നിയമസഭാ സെക്രട്ടേറിയറ്റും താല്പര്യപ്പെടുന്നില്ല. സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്ന ഒരു സമീപനത്തിലാണ് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സഭ വെള്ളിയാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് സർക്കാർ തലത്തിലെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നാളെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച പരിഗണിക്കാനായി ഷെഡ്യൂൾ ചെയ്തിരുന്ന ബില്ലുകൾ നാളെ തന്നെ പരിഗണിച്ച് പാസാക്കും. അങ്ങനെ നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ട് സഭാ സമ്മേളനം നാളെ തന്നെ അവസാനിപ്പിക്കാനുള്ള ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ പ്രതിപക്ഷം സഭയിൽ ഇതേ സ്തംഭനാവസ്ഥ തുടരുകയാണെങ്കിൽ അത്തരമൊരു തീരുമാനമെടുത്തുകൊണ്ട് നാളെ തന്നെ സഭാ സമ്മേളനം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ ലഭിക്കുന്ന കൃത്യമായ വിവരം. സഭാ സമ്മേളനം ഒരു ദിവസം നേരത്തെ അവസാനിപ്പിക്കുകയാണ്. പ്രതിപക്ഷം സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ സഭാ നടപടികളൊക്കെ പൂർത്തിയാക്കി പിരിയും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.